പ്ലസ് ടു ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ഫീൽഡ്. അതിൽ ഇമ്പോർട്ടൻറ്റ് 1 മാർക്ക് ക്വസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കുക. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ്. ഒരു ക്ലോസ്ഡ് സർഫസ് ആണോ അതിനകത്തുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എത്രയെന്ന് ചോദിച്ചാൽ 0. ഒരു ക്ലോസ്ഡ് സർഫസിനകത്തുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ചോദിച്ചാലും 0. മറന്നുപോലെ. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിസ്റ്റൻസ്. അതായത് ഒരു ചാർജ്ഡ് ഷീറ്റ് ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബാക്കി എല്ലാവരും ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ സ്പെറിക്കൽ ഷെല്ല് എടുത്താൽ ഡിപ്പെൻഡ് ചെയ്യും, സ്ട്രെയിറ്റ് വയർ എടുത്താലും ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ പ്ലെയിൻ ഷീറ്റ് മാത്രം എന്ത് ചെയ്യില്ല, ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എയർ. എയറിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ആറിന്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. എത്ര? 1. അതുപോലെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ഗുഡ് കണ്ടക്ടർ എത്രയെന്ന് ചോദിക്കും. അത് ഇൻഫിനിറ്റി ആണ്. അത് എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. ഓക്കെ.